ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നൊരു അടിപൊളി ചിക്കൻ ഷവർമ പോളയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ 300 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറുതായി അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണോളം ചിക്കൻ മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂണോളം വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ഈ കൂട്ട് ഒരു 15 മിനിറ്റ് നേരമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇത് ചൂടായ ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വരട്ടെ. ഇതിലേക്കുള്ള മയോണൈസ് തയ്യാറാക്കാം. അതിനായിട്ട് 3 പുഴുങ്ങിയ മുട്ടയുടെ വെള്ളക്കരു എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും 1 സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ വിനെഗറും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്ത ഈ മയോണൈസിലേക്ക് അറബിക് ഷവർമയുടെ ഒക്കെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 സ്പൂൺ തെഹീന കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ്. ഇനി പോള തയ്യാറാക്കാനുള്ള ബാറ്ററിനായി 1 പാക്കറ്റ് ബ്രെഡ് അരികോശങ്ങളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 മുട്ടയും 1 നുള്ളു ഉപ്പും 1 ഗ്ലാസ് ഇളം ചൂട് വെള്ളവും ഒഴിച്ചെടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇനി ഇതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്ററിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലിഡിൻ്റെ ഹോളൊന്ന് അടച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് തയ്യാറാക്കണം. അതിനായിട്ട് 1 സവാള കട്ട് ചെയ്തതും 1 പിടിയോളം ക്യാബേജ് കട്ട് ചെയ്തതും അത്ര തന്നെ ക്യാരറ്റ് കട്ട് ചെയ്തതും 1 പിടി മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തെഹീനൊക്കെ ഇട്ട് അരച്ചെടുത്ത മയോണൈസിൽ നിന്നും 3 സ്പൂൺ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കണം കേട്ടോ, അത് വിട്ടുപോയതാണ്. വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പോള ബാറ്റർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിളിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളൊക്കെ നിരത്തി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത ചിക്കനോട് വെച്ചെടുക്കാം. ശേഷം ബാക്കിയുള്ള ബാറ്ററോട് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്തെടുക്കുക. ബാറ്റർ എല്ലാ ഭാഗത്തേക്കും നിരത്തിയതിന് ശേഷം അതിന് മുകളിലായിട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കനും ചേർക്കുക. ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി മയോണൈസ് ചേർത്ത് കൊടുക്കാം. മുകളിലായിട്ട് വീണ്ടും വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ. പോള സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റൗവിൽ ഡയറക്റ്റ് വെച്ച് കൊടുക്കുകയല്ല, സ്റ്റൗവിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലായിട്ടാണ് വെക്കേണ്ടത്. 15-20 മിനിറ്റ് നേരമൊക്കെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. കുക്കായതിന് ശേഷം പോള മറ്റൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ശേഷം 5-10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പോള പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊരു അടാറ് ഐറ്റം തന്നെ ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അറിയിക്കുക. നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.